നമസ്കാരം. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ ആക്രമിക്കാൻ ധാറിലെത്തിയ പ്രതികളെ തിരിച്ചറിഞ്ഞു. ധാറിലെത്തിയത് മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിൽ. മുൻപ് KSU നേതാവായിരുന്നു. പിന്നീട് സാധ്യത മനസ്സിലാക്കി ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയ ക്വാറി മുതലാളിയാണ് മാത്യൂസ് കൊലപ്പള്ളി. ആക്രമിച്ചവരിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മയിൽ ആലക്കലുമാണ്. ഇരുവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇരുവരും മണിയാശാന്റെ അരുമ ശിഷ്യരുമാണ്. ഷാജൻ സ്കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ DYFI നിയോഗിക്കുകയായിരുന്നുവെന്നാണ് വ്യക്തമാവുന്നത്. ഇരുവർക്കും CPM-നോട് അടുത്ത ബന്ധമാണുള്ളത്. ഇരുവരും പാർട്ടി പ്രവർത്തകരുമാണ്. കൊലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകും. കുന്നം കൊല്ലപ്പള്ളി മാത്യൂസ് K സാബു എന്ന മാത്യൂസ് കൊലപ്പള്ളിയെ ആരാണ് നിലവിൽ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നതെന്നും വ്യക്തമാണ്. CPM-ഉം SFI-യും DYFI-യുമായുള്ള ബന്ധം വിശദീകരിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമ കൂടിയാണ് മാത്യൂസ് കൊലപ്പള്ളി. കൊലപാതക കുറ്റത്തിൽ നിന്നും രക്ഷിച്ചെടുത്ത CPM-ന് വേണ്ടി എന്തും ചെയ്യുന്ന വ്യക്തിയാണ് മാത്യൂസ് കൊലപ്പള്ളി. 2022 ഒക്ടോബറിൽ കുന്നം കൊല്ലപ്പള്ളി മാത്യൂസ് K സാബുവിന്റെ ഭാര്യ അനുഷ തൂങ്ങി മരിച്ചിരുന്നു. ഇത് കൊലപാതകമാണെന്ന സംശയവും ഉയർന്നിരുന്നു. അന്വേഷണവും പ്രാഥമിക ഘട്ടം കഴിഞ്ഞിരുന്നു. അനുഷ മരിച്ചെന്ന് കണ്ടെത്തിയ സമയം ഭർത്താവിന്റെ അമ്മയും സഹോദരിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഷാജൻ സ്കറിയെ ആക്രമിക്കാൻ ധാറിലെത്തിയത് ഈ മാത്യൂസ് കൊലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി രക്ഷിച്ചതിന്റെ കൂറ് കാണിച്ചതാണ് മാത്യൂസ് കൊലപ്പള്ളി എന്ന് വ്യക്തമാവുകയാണ്. ഒപ്പം 4 പേരുമുണ്ട്. ഇതിൽ രണ്ടാം പ്രതി ഷിയാസ് ഇസ്മയിൽ ആലക്കലാണ്. ഷാജൻ സ്കറിയെ ആക്രമിക്കാൻ വളരെ കരുതലോടെ കൊട്ടേഷൻ സംഘത്തെ DYFI നിയോഗിക്കുകയായിരുന്നു. കൊലപ്പള്ളിയുടെ ഫോൺ പരിശോധിച്ചാൽ എല്ലാം വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്യൂസ് കൊലപ്പള്ളിയുടെ അടുത്ത സുഹൃത്താണ് ഷിയാസ് ഇസ്മയിൽ ആലക്കൽ. ആലക്കന്മാരും കൊല്ലപ്പള്ളിയും രണ്ടല്ല ഒന്നാ, എന്തിനാ ഏതിനാ എപ്പോഴും എന്നുപോലും മാത്യൂസ് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഷാജൻ സ്കറിയെ മങ്ങാട്ടുകവലയിൽ വെച്ച് ആക്രമിച്ചത് 2 പേർ ചേർന്നെന്ന് പോലീസ് FIR വിശദീകരിച്ചിട്ടുണ്ട്. ആരുടെയും പേര് FIR-ലില്ല. എന്നാൽ ക്വാറി മുതലാളിയായ CPM അടുപ്പക്കാരനാണ് ഇതിന് പിന്നിലെന്നും വ്യക്തമായിരുന്നു. പിന്നാലെയാണ് ഒന്നാം പ്രതിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നത്. ഇയാളുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ്. പ്രതിയെ പോലീസിന് അറിയാം. എന്നിട്ടും FIR-ൽ പേരിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഷാജൻ സ്കറിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നതെന്ന് FIR പറയുന്നു. ശനിയാഴ്ച രാത്രി 6:40-നായിരുന്നു ആക്രമണം. ഭാരതീയ ന്യായ സംഹിതയിലെ വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി കൃത്യമായ FIR ആണ് പോലീസ് ഇട്ടിട്ടുള്ളത്. വധശ്രമ കുറ്റവും ചുമത്തി. ഈ സാഹചര്യത്തിൽ കൊലപ്പള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. 1 മുതൽ 5 വരെ പ്രതികൾക്ക് മാധ്യമപ്രവർത്തകനായ ആവലാതിക്കാരനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ന്യായവിരുദ്ധമായി സംഘം ചേർന്നത് തങ്ങൾ ഓരോരുത്തരും T സംഘത്തിലെ അംഗങ്ങളാണെന്ന് അറിവോടെ ആക്രമണം നടത്തിയെന്നുമാണ് FIR-ൽ പറയുന്നത്. മങ്ങാട്ടുകവല മില്ലിന് മുൻവശത്ത് ഥാർ ജീപ്പ് കൊണ്ടുവന്ന ഷാജൻ സ്കറിയുടെ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. അതിനുശേഷം ജീപ്പിൽ നിന്നും ഡോർ തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ കൊന്നിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ ആവലാതിക്കാരനെ കാറിൽ നിന്നും വലിച്ചു ചാടിക്കാൻ ശ്രമിച്ചു. അതിനെ എതിർത്ത ആവലാതിക്കാരനെ ഒന്നാം പ്രതി കൈ ചുരുട്ടി വലത് മുഖഭാഗത്തും മൂക്കിലും തലയിലും വലത് നെഞ്ചിലും തുടരെ ഇടിക്കുകയായിരുന്നു. ആവലാതിക്കാരന്റെ മൂക്കിലും വായിലും മുറിവുണ്ട്. 2 മുതൽ 5 വരെയുള്ള പ്രതികൾ ഷാജൻ സ്കറിയെ ബലമായി കാറിൽ പിടിച്ചിരുത്തി രണ്ടാം പ്രതി നിന്നെ കൊന്നിട്ടേ പോകുമെന്ന് പറഞ്ഞ് കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് കേസ്.